എൻ്റെ ഒരു വിശ്വാസം വേറെയാണെങ്കിലും എൻ്റെ ഒരു ജീവിതശൈലി വേറെയാണെങ്കിലും അവരിൽ ആ ഭക്തി കാണേണ്ട ഒരു സന്തോഷം, അവർ മനസ്സിൽ തൃപ്തിപ്പെട്ട് തിരികെ പോകുമ്പോൾ അവരുടെ ആ സന്തോഷം കൊണ്ട് ആ നന്ദി അറിയിക്കുമ്പോൾ അതിലൊക്കെ എനിക്കൊരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഒരുപാട് ഭക്തരെ പുഴ കടക്കാൻ സഹായിക്കുന്ന രക്ഷകനായി. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ആ കേട്ട ശബ്ദമില്ലേ, അത് യാഹൂട്ടിക്ക എന്ന് പറയുന്ന മനുഷ്യനാണ്. 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവന്നാവായ മണപ്പുറത്ത് നടക്കുന്ന, മലപ്പുറത്ത് തിരുനാവായ മണപ്പുറത്ത് നടക്കുന്ന ആ ഒരു മഹാകുംഭമേള എന്ന് പേരിട്ട ആ ഒരു മാഘ ആഘോഷം അവസാനിക്കാൻ പോവുകയാണ്. 3-ാം തീയതിയോട് കൂടിയിട്ട് ഉച്ചയോട് കൂടിയിട്ട് അത് അവസാനിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അവസാനിക്കുക, എനിക്ക് തുടർന്ന് പോവുകയും ഇനി അടുത്ത വർഷം ഇതേ സമയത്ത് ഇത് ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. അതിന് ചുറ്റുമുള്ള ആളുകൾക്ക്, അത് ജാതി മത ഭേദമന്യ ആളുകൾക്ക് വളരെയധികം ഉപകാരം കിട്ടിയ ഒരു മേളയാണെന്നൊക്കെ പറയേണ്ടി വരും. അതിന് സാമ്പത്തികപരമായിട്ട് തന്നെയാണ് ഉപകാരം കിട്ടിയെന്ന് പറയണം. ഇതിനൊക്കെ തന്നെ നിങ്ങൾ അവിടെ പോയി ഒരുപക്ഷെ ആ ഒരു മാഘ ആഘോഷത്തിന് ആ ഒരു അല്ലെങ്കിൽ ആളുകൾ അതിനെ കുംഭമേള എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് കുംഭമേള ഒന്നുമല്ല. കുംഭമേള ഇവിടെ നടത്താൻ സാധിക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും കേരളത്തിനെ കുംഭമേള എന്ന് വിളിക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് വരുന്ന ആളുകൾ മുഴുവൻ കണ്ടിട്ടുണ്ടാവുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു ചെറിയ പുഴയോരത്ത്, ആ ഒരു ചെറിയ പുഴയിൽ അധികം നീളമില്ലാത്ത, അധികം മുറിച്ചടക്കാൻ അധികം ദൂരമില്ലാത്ത ആ ഒരു പുഴയിൽ ഒരു ബോട്ട് കിടന്നിങ്ങനെ കറങ്ങുന്നത്, ഒരു വഞ്ചി കിടന്നിങ്ങനെ കറങ്ങുന്നത്, ആ വഞ്ചി ഒരു മനുഷ്യനെ ഓടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ആ മനുഷ്യന്റെ പേര് യാഹൂട്ടിക്ക എന്നാണ്. പേര് മറന്നുപോരുത്. ആ മനുഷ്യന്റെ പേര് യാഹൂട്ടിക്ക എന്നാണ്. മുസ്ലിമാണ്. പച്ച മലയാളത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി കൂടിയല്ല, മുസ്ലിം മതവിശ്വാസിയാണ്. ഇനി എന്തിനാണ് യാഹൂട്ടിക്ക ഈ ഒരു കുംഭമേളയുടെ ഇടയിൽ വന്ന് കിടന്ന് കളിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ. പല ആളുകളുടെയും വിചാരം ഉണ്ടായിരിക്കുക ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ വരുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളെ, വിശ്വാസികളോ അല്ലാത്തതുമായിട്ടുള്ള ആളുകളെ ആ ഒരു പുഴക്കര കടക്കാൻ വേണ്ടി സഹായിക്കുന്ന കടത്തു തോണിക്കാരനാണ് യാഹൂട്ടിക്ക. ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ ഒരു മണപ്പുറത്താണ്, ഈ ഒരു തിരുനാവായ മണപ്പുറത്താണ് മരിച്ചുപോയ ആത്മാക്കൾക്ക് ബലിയിടാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ എത്താറുള്ളത്. ആ സമയത്തും അവിടെ ആരെങ്കിലൊക്കെ മുങ്ങിപ്പോവുകയാണെങ്കിൽ, ആ ഒഴുക്കിൽ ആരെങ്കിലൊക്കെ പെട്ടുപോവുകയാണെങ്കിൽ അവർ രക്ഷിക്കാൻ വേണ്ടി പുലരാങ്കാലത്ത് തന്നെ വന്ന് കാവല് കെട്ടിക്കെടുക്കുന്നുണ്ടായിരിക്കും ഈ യാഹൂട്ടിക്കയും സുഹൃത്തുക്കളും എന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് മലപ്പുറം. ഇയാള് മുസ്ലിം മതവിശ്വാസിയാണ്, പക്ഷേ സഹായിക്കുന്നത് ഹിന്ദുക്കളെയാണ്. ഇയാൾ മുസ്ലിം മതവിശ്വാസിയാണ്, രക്ഷിക്കുന്നത് ഹിന്ദു വിശ്വാസികളാണ്. ഇയാൾ മുസ്ലിം മതവിശ്വാസികളാണ്, അക്കരെ കടത്തുന്നത് ഹിന്ദുക്കളെയാണ്. അതും ഹിന്ദുക്കൾ മാത്രം എന്ന രീതിയിലൊക്കെ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇടയിലും ഇദ്ദേഹം തല ഉയർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കുന്നുണ്ട്. ഇവിടെ ഒരു മേള നടന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രം വരുന്ന, അതുപോലെ എന്താ നാഗസന്യാസിമാർ മാത്രം വരുന്ന, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സന്യാസിമാർ മാത്രം വരുന്ന ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക്, ഹിന്ദുക്കളുടെ ഈ ഒരു പരിപാടിയിലേക്ക് മുസ്ലിങ്ങൾ വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന സംഘിണികളുടെയും സംഘികളുടെയും തലച്ചോറിനുള്ളിലേക്ക് ഒരല്പം ബോധം വരുത്താൻ വേണ്ടിയിട്ട് ഇതാ യാഹൂട്ടിക്ക് പോലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് മലപ്പുറമാണ്. പുഴയിലാണ് എൻ്റെ ജീവിതം. മത്സ്യബന്ധനം ഏത് സമയത്തും പുഴയിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അപകടങ്ങളിൽ പെടുന്നവരുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്നതും ഒരു രക്ഷകനായി മാറി. പിന്നെ പുഴയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും അതുകൊണ്ടാണ്. ഈ പുഴയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് ആ ജീവിതം അങ്ങനെ ആയിരുന്നു. സേവനമാണ് എൻ്റെ കൂടുതൽ ലക്ഷ്യം. എങ്ങനെയുണ്ട്? സേവനമാണ് എൻ്റെ കൂടുതൽ ലക്ഷ്യം. ഇതൊരു വരുമാനം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ഒരു വരുമാനം എന്ന രീതിയിലൊന്നും അവിടെ ഒന്നും നടക്കുന്നില്ല. കാരണം പുഴ കടക്കുന്ന പരിപാടികളൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. കാരണം വാഹനങ്ങളായി, ഇഷ്ടംപോലെ അപ്പുറത്തേക്ക് പോകാനുള്ള വഴികളായി. അതുകൊണ്ട് യാഹൂട്ടിക്കയുടെ വഞ്ചി വേണം അക്കരെ കടക്കാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ സേവനം എന്നതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിന് സാമ്പത്തിക ലാഭം കിട്ടുക എന്നതിനേക്കാൾ ഉപരി ഇത് സേവനമാണ്. ഈ സേവനത്തിൻ്റെ ആ ഗുണം കിട്ടുന്നതോ അദ്ദേഹത്തിൻ്റെ മതസ്ഥനല്ല. ആ ഒരു മനുഷ്യൻ ജനിച്ചു വീണ ആ മതവിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമേ ജീവിക്കൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്. അയാൾക്ക് വേണ്ടി മാത്രമല്ല, വേറെ മതസ്ഥർക്ക് വേണ്ടിയിട്ടാണ് ഈ വഞ്ചി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്.
കേൾക്കൂ നിങ്ങൾ. പറയാൻ വെച്ചിട്ടുള്ള ഒരു ജോലിയാണ്. ജീവൻ പണയം വെച്ചെന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും ആവശ്യമുള്ളത് നമുക്ക് തിരുനാവായയിലെ വില്ലേജിലെ ദുരന്ത നിവാരണ സേന അംഗമായിട്ടും അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതുപോലൊക്കെ അപകടങ്ങൾ കണ്ടാൽ ആദ്യം വിളിയെത്തും. റവന്യൂ വകുപ്പിനാണെങ്കിലും പുഴയിലെത്തുന്ന പോലീസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ പെട്ടെന്നെത്താൻ ഇതിന് രക്ഷാപ്രവർത്തനത്തിന് ഈ സംവിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു തലവേദന മാറിക്കിട്ടും. നിളയുടെ ആഴങ്ങൾ എങ്ങനെയാണ്? പുഴ ഇപ്പൊ പഴയ പുഴയില്ല, ചതിപ്പുഴ എന്നാ പറയാ. ചില സ്ഥലങ്ങളിൽ ആയ ഇതൊന്നും ചെറിയ ചില ആളുകൾക്ക് അറിയില്ല. അവര് യാഹൂട്ടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്, അത്യാവശ്യം പ്രായമുണ്ട് ആ ഒരു മനുഷ്യന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുഴയെ കൃത്യമായിട്ട് അറിയാം. ഇയാൾ പറയുന്നത് പുഴ പഴയ പുഴയല്ല, പുഴ ചതിപ്പുഴ എന്നൊക്കെ പറയാം. വലിയ ആഴമില്ലെങ്കിലും എപ്പോഴാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോവുക, ഒരു ചുഴി വന്ന് നമ്മളെ വലിച്ചു കൊണ്ടുപോവുക എന്ന് പറയാൻ സാധിക്കില്ല. ആ ചുഴികളൊക്കെ എവിടൊക്കെ ഉണ്ടെന്നും എവിടൊക്കെയാണ് അപകടം കൂടുതൽ നടക്കുക എന്നും, അങ്ങനെ അപകടം നടന്നു കഴിഞ്ഞാൽ ആ ചുഴിയിൽപ്പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് എങ്ങനെ രക്ഷിക്കേണ്ടതെന്നെല്ലാം ഈ യാഹൂട്ടിക്കൊക്കെ അറിയാം. അതുതന്നെ പഞ്ചായത്ത് നേരിട്ടിട്ടും അവിടെ റവന്യൂ വകുപ്പിൻ്റെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ സഹായം തേടുന്നത് തന്നെ ഈ യാഹൂട്ടിക്കെ പോലുള്ള ആളുകളെയാണ് എന്നത് മറന്നു പോകരുത്. ഇങ്ങനെ ഒരു അരക്ക് വെള്ളത്തിൽ കൂടെ വന്നിങ്ങനെ കളിച്ച് രസിക്കുമ്പോഴാവും രണ്ടാക്കി മൂന്നാക്കുള്ളത്. എനിക്ക് പറയാനുള്ളത്, പുഴയെ പറ്റി അറിയാത്തത് പുഴയിലെ ഒരു പരിധി വിട്ടിറങ്ങാൻ പാടില്ല. ഒരു അരക്ക് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുളിക്കാൻ പാകമായി കഴിഞ്ഞാൽ എത്ര നീന്തൽ അറിയുന്നവരായാലും പരീക്ഷിക്കാൻ നിൽക്കാതെ കുളിച്ച് തിരികെ കയറണം എന്നൊരു അഭിപ്രായം. ഞാൻ ഏതായാലും ഈ പുഴയിൽ മരണം വരെ ഇങ്ങനെ ജീവിക്കാനറിയാം. എന്തൊരു മനുഷ്യൻ അല്ലേ, എന്തൊരു രസമുള്ളൊരു മനുഷ്യനാണ്. വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ഉപദേശിച്ചു കഴിഞ്ഞു. അരയ്ക്ക് വരെ വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിന്ന് കുളിച്ചു പോവുക, അതിന് താഴത്തേക്ക് ഇറങ്ങി പരീക്ഷിക്കാൻ നിൽക്കരുത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അനുഭവത്തിൽ നിന്നുള്ള വാക്കുകളാണ്. അനുഭവമാണത് 100%. ഞാൻ എന്തായാലും ഈ പുഴയുമായിട്ട് അങ്ങനെ ചേർന്ന് ഇതിനോടൊപ്പം തന്നെ തീരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ മരണം. ഈ പുഴയുമായി ചേർന്ന് ഇങ്ങനെ ജീവിതം അവസാനം വരെ പോകണമെന്നാണ് യാഹൂട്ടികയുടെ ആഗ്രഹം. എന്തൊരു നല്ല മനുഷ്യനെന്ന് ആലോചിച്ചൊക്കെ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഇതല്ലാതിരിക്കുന്ന പ്രോഗ്രാമുകളിലും അദ്ദേഹം പങ്കെടുക്കുക, മറ്റുള്ളവരുടെ അവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചെയ്തു പോകുന്നു കാണുമ്പോൾ അതിൻ്റെ സന്തോഷം അവർക്ക് മാത്രമല്ല, അത് യാഹൂട്ടിക്ക് കൂടി കിട്ടുന്നു എന്നുള്ളതാണ്. അതിനൊരു ആനന്ദം, അവർക്ക് അത് ആശ്വാസമായല്ലോ, അവർക്ക് അങ്ങനെ അവരെ ചടങ്ങ് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇനി ഇത് കേൾക്കുന്ന എൻ്റെ മലപ്പുറം ജില്ലക്കാരല്ലാത്ത പലരോടും കൂടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് മലപ്പുറത്തെ 100% ആൾക്കാരെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഒരു കീടാണ് പോലൊക്കെ 1% തീവ്രവാദികളായി ഉണ്ടെന്ന് തന്നെ വിചാരിക്കും. പക്ഷേ 99.9% മലപ്പുറത്തെ മുസ്ലിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കണമെന്നും അത് ജാതി മതവും നോക്കാതൊക്കെ സഹായിക്കണമെന്നും. ഒരുപക്ഷെ മലപ്പുറത്ത് താമസിക്കാൻ ചില ആളുകൾക്കൊക്കെ അറിയുണ്ടായിരിക്കും. ചില ഹിന്ദു വീടുകളിലെ അവരെ മക്കളുടെ വിവാഹത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളല്ല സഹായിക്കുക, മുസ്ലിങ്ങളാണ്. അവരിൽ പൈസ ഉണ്ടെങ്കിൽ അവർ കൊടുത്തിരിക്കും, ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കും. സ്വന്തം മകളുടെ വിവാഹം കഴിച്ചയപ്പിക്കുന്ന പോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കൃഷ്ണേട്ടൻ്റെയും ഗോപാലേട്ടൻ്റെയും മാധവേട്ടൻ്റെ ഒക്കെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബേജാറ് തൊട്ടപ്പുറത്തെ മുസ്ലിം കുടുംബത്തിലെ ആളുകൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് സ്നേഹം പങ്കിടുന്ന ആളുകളാണ്. ഈ യാഹൂട്ടിക്കെ പോലൊക്കെ തന്നെയാണ് 100% മലപ്പുറത്തെ ആളുകളെന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് കൂടി നിങ്ങൾക്ക് ഈ ഒരു മഹാമേള മാറിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മാറിക്കഴിയണമെന്നാണ് എന്നെപ്പോലുള്ള സോക്കോൾഡ് ഹിന്ദു ഇതിലൊക്കെ ജനിച്ചു പോയ എനിക്കൊക്കെ പറയാനുള്ളത്. ഞാൻ ഈ മലപ്പുറത്തുകാരനാണ്, എനിക്ക് അവർ നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളൊക്കെ പലപ്പോഴും പ്രശ്നക്കാരെന്നൊക്കെ പറയുന്ന മുസ്ലിങ്ങളല്ലേ, അവരൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അവരെത്രത്തോളം നല്ലതാണെന്ന്, എത്രത്തോളം സുന്ദരമാണ് ആ സൗഹൃദമെന്നും നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യാഹൂട്ടിക്കെ പോലുള്ള ആളുകളൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരത്തും ഉണ്ട്. ബൈ.